ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കണക്കാക്കി വെച്ചിരിക്കുന്നത് ഒരു വജ്രായുധമായിട്ടാണ്. അവർക്ക് പല ആവശ്യങ്ങളിലും പല പ്രവൃത്തികളിലും എടുത്തു വീശാൻ പറ്റുന്ന ഒരു വജ്രായുധം. പക്ഷെ ഇവിടെ പല പരിപാടികളിലും ഇപ്പൊ ഏതെങ്കിലും ഒരു സംസാരത്തിലാണെന്നുണ്ടെങ്കിലും പ്രവർത്തികളിലാണെന്നുണ്ടെങ്കിലും ഈ വജ്രായുധം അങ്ങോട്ട് പ്രയോഗിക്കും. ഇപ്പൊ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പരിപാടി, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മേൽക്കോയ്മ കൊടുക്കുന്ന പരിപാടികൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള പല വിധത്തിലുള്ള ചുറ്റിനുള്ള ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഈ വജ്രായുധം അങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഈ വ്യക്തി നല്ല ഭംഗിക്ക് അത് ചെയ്യുകയും ചെയ്യും. ഈ തേർഡ് പാർട്ടിക്ക് അറിയാം ഈ വജ്രായുധം എങ്ങനെ മയപ്പെടുത്തി ഉപയോഗിക്കണം, എങ്ങനെ മെരുക്കി ഉപയോഗിക്കണം, ഏതെല്ലാം രീതിയിൽ ഉള്ള വീക്ക് പോയിന്റ്സ് ഈ വജ്രായുധത്തിനുണ്ട്, എന്നാലേ ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് തേർഡ് പാർട്ടി അടിമുടി പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ വ്യക്തിനെ പറ്റി. കാരണം ഒരു ആയുധമായിട്ട് തന്നെയാണ് അവരുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ, അവരുടെ പല വിധത്തിലുള്ള കൊനിഷ്ഠ പരിപാടികൾ, അവരുടെ പല വിധത്തിലുള്ള എന്ത് മനസ്സിൽ കാണുന്നു അതൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആള്. അത് നല്ല രീതിക്ക് ഇവിടെ പ്രയോഗിക്കുന്നുമുണ്ട്. ഇവിടെയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സേഫ് സോണിൽ ഇരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, കൈ നനയാതെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവർക്ക് വേണ്ടി റിസ്ക് എടുക്കുന്ന ആള് നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. അപ്പൊ റിസ്ക് എടുക്കുന്ന ആള് നാളെ ഒരു റിസ്ക് പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ സേഫ് സോണിലുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നില്ല. അതാണ് ഇതിന്റെ പ്രോബ്ലം. കാരണം മുന്നും പിന്നും നോക്കാതെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന പരിപാടിയാണ് ഇവിടെ മുഴുവനും നടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഉടനെ എന്തെങ്കിലും കേട്ടിറങ്ങി പുറപ്പെടണോ, അല്ലെങ്കിൽ ഇവരുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ഇവർ പറയുന്നതെല്ലാം നാളെ നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഒരു ഭീഷണിയായിട്ട് ജീവിതം കുളം തോണ്ടി വരുന്ന ഒരവസ്ഥയിലോട്ട് പോകുമോ എന്നൊന്നും ചിന്തിക്കാതെ അവരുടെ ഒരു മെരുക്കത്തിന് നിന്നു കൊടുക്കുന്നു, അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിലും. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഇവിടെ നനഞ്ഞിടം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ആള്, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പരിപാടി
അത് നടത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് നിങ്ങളുടെ വ്യക്തി സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മനസ്സമാധാനം കൊടുക്കാത്ത ഒരവസ്ഥ, ഒരു മനസ്സമാധാനം, ഒരു എന്താ പറയാ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടണ്ട എന്നുള്ള ഒരു ഇത്, അതായത് എന്താ പറയാ, നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ഈ ഒരാളെ കൊണ്ട് ഒരു ഉപയോഗവും നടത്തണ്ട, മറ്റുള്ളവർക്കും അത് കിട്ടണ്ട, അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ, ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സിന് ഉള്ള ഒരാള്. അതുകൊണ്ട് അവർക്ക് മാക്സിമം ഈ ആളെ ഉപയോഗപ്പെടുത്താനും അവർക്ക് മാക്സിമം പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ നിങ്ങളുടെ വ്യക്തി ഒരു മനസ്സിനൊരു ചാഞ്ചല്യം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, മെന്റലി സ്ട്രെസ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നല്ല രീതിക്ക് കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. നല്ല രീതിക്ക് ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള പരിപാടികൾ കൊടുക്കുക, നല്ല രീതിക്ക് എന്താ പറയാ, പല ഒരു എന്താ പറയാ, ഈ മയക്കിയെടുത്ത് കൊണ്ടുള്ള മെരുക്കിയെടുത്ത് അവരുടേതായിട്ടുള്ള കാര്യത്തിന് മയക്കിയും മെരുക്കിയും എടുത്ത് പല കാര്യങ്ങളും നിർബന്ധപൂർവം ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഒരു പുറമെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് പുറം ലോകത്തിനോട് പറഞ്ഞുകൊണ്ട് അകം ആയിട്ട് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ചെയ്യുന്നത് വളരെ ചീത്ത രീതിയിലുള്ള പരിപാടികളാണ്. ബ്ലാക്ക് മാജിക് എനർജി കൊണ്ടാണെന്നുണ്ടെങ്കിലും, അല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും രീതിയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു നികൃഷ്ടപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ തേർഡ് പാർട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ പുറം ലോകത്ത് വളരെയധികം ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്ന, എന്താ പറയാ, ദൈവത്തിന്റെ അനുസരണ രീതിയിലുള്ള, ദൈവത്തിന് അനുസൃതമായിട്ട് ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് സഹായങ്ങൾ കൊടുക്കാനായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് പുറം ലോകത്തിന് കപടതയായിട്ടുള്ള മുഖങ്ങൾ തേർഡ് പാർട്ടി കാണിച്ചു കൊടുക്കും. പക്ഷെ അകമായിട്ട് കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഉള്ളില് വേറെ രീതിയിലുള്ള പരിപാടികളാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സംസാരത്തിൽ കൂടിയോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തോ, പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും അടിമപ്പെടുത്തിയോ നിങ്ങളുടെ ഈ വ്യക്തിനെ ഇങ്ങനെ പശ ഒട്ടിച്ച പോലെ അവിടെ നിർത്താനായിട്ട് ഈ തേർഡ് പാർട്ടിക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് പല ഉപയോഗങ്ങൾ മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഉപയോഗങ്ങൾ എന്ന് അവസാനിക്കോ അന്ന് അറിയാലോ. കാരണം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊണ്ടാണ് നിങ്ങളെ വളരെയധികം ഒരു മാനസികമായിട്ടുള്ള ദാരിദ്ര്യത്തിലോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള കൂടിച്ചേരലിന് തടസ്സം, ഒരു കുടുംബത്തിന് തടസ്സം, ഒരു മധുരപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ്, അങ്ങനെയുള്ള പല പരിപാടികൾക്കും തടസ്സമായിട്ട് ഈ ഒരു ആളാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാത്തിനും തടസ്സം. കാരണം ഒരു കല്ലുകടിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കല്ലുകടിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇവിടെ ഫീൽ ആയത്. ചിലപ്പോൾ അത് ഈ ആളെ പറ്റി ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, പുറം ലോകത്തിന് അത്ര ചിലപ്പോൾ ഈ ആളെ പറ്റി ഒരു 20% അറിയാം, 20% ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അല്ലാത്തവർക്ക് അത്ര ഈ ആളുടെ ഈ ഡീപ്പായിട്ട് അറിയണമെന്നില്ല. കാരണം എല്ലാം നല്ല രീതിക്ക് മൂടി വെച്ച് ചെയ്യാൻ പറ്റുന്ന, എല്ലാം നല്ല രീതിക്ക് ഇങ്ങനെ
ഒരു മൂടി വെച്ച് ചെയ്ത് പരിശീലനം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ പോലെയാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് കാണിക്കുന്നത്. ഈ മറ്റേ ഒരു സിനിമയില്ലേ, ഈ ശ്രീനിവാസന്റെ ജഗതിയുടെ ഒക്കെ മോഹൻലാലിന്റെ ഒക്കെ, അതിൻ്റെ അകത്ത് ജഗതി രാത്രി മറ്റേ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോക്കർ എന്നൊക്കെ പറഞ്ഞു പോവില്ല, ആ ടീമാണിത്. അത് എന്ത് സിനിമ എന്ന് എനിക്കറിയില്ല, മറന്നുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് സിനിമ എന്ന് എനിക്ക് കിട്ടുന്നില്ല. രാത്രിയാകുമ്പോ പോക്കറാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എല്ലാരെയും. എന്നിട്ട് പുള്ളി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും. രാത്രിയാകുമ്പോ ഇങ്ങനെ പോക്കറാണെന്നും പറഞ്ഞ് നടക്കും, വെള്ള ഡ്രസ്സൊക്കെ ഇട്ട ആളുകളൊക്കെ പേടിപ്പിക്കുന്ന അങ്ങനത്തെ ടീമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. പോക്കർ. നിങ്ങൾക്കറിയാൻ പറ്റും ചിലപ്പോ ഈ ആളുടെ A to Z സ്വഭാവങ്ങൾ, പക്ഷെ മനസ്സിലാക്കേണ്ട ആള് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട മറ്റു വ്യക്തികളും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അതാണ് പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം അതാണ്. എന്തുകൊണ്ട് പുറം ലോകം മനസ്സിലാക്കുന്നില്ല? ഞാൻ അറിഞ്ഞതുപോലെ, ഞാൻ വ്യക്തമായിട്ട് ഈ തേർഡ് പാർട്ടിനെ പറ്റി പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ പുറം ലോകം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് മനസ്സിലാക്കാത്ത എന്നുള്ള ഒരു ചിന്തയും വിഷമമാണ് നിങ്ങൾക്ക്. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വരുന്നത്. അതായത് ഇവർക്കുള്ള ഇപ്പോഴത്തെ ഉള്ള ടെൻഷൻ, ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ പോക്കർ എന്ന് പറയുന്ന കാര്യത്തിനുള്ള ടെൻഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിനെ കൊണ്ടുള്ള പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്യോ, എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യോ, നിങ്ങളുടെ വ്യക്തി ഇവര് ആരെയാണോ എന്താണോ തടഞ്ഞു വെച്ചിരിക്കുന്നത് അതിലോട്ട് വീണ്ടും പോകുമോ, എന്ത് പരിപാടിയോ, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു കുടുംബത്തിന്റെ കാര്യമായിരിക്കാം, ദാമ്പത്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനമുള്ള ജീവിതമൊക്കെ ആയിരിക്കാം, അതിലോട്ട് വീണ്ടും എൻറ്റർ ചെയ്യുമോ, അങ്ങനെയുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടലുകൾ കാര്യങ്ങൾ, ഈ ബ്ലാക്ക് മാജിക് എനർജി ആയിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വേറെ കുൽസിതപരമായിട്ടുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ പോക്കർ ചെയ്തു വെക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ടെൻഷനാണ്. ഇത് പോവോ. കാരണം നിങ്ങളുടെ ഈ വ്യക്തി പോയി കഴിഞ്ഞാൽ വേറെ വജ്രായുധമൊന്നും ഇല്ല, അതാണ് കാര്യം. ആയുധം വേണ്ടേ? നിങ്ങളുടെ വ്യക്തി മെരുങ്ങി നിൽക്കുന്ന പോലെ ഇവർക്ക് വേറെ ആരും പെട്ടെന്ന് മെരുങ്ങൂല. അതാണ് ഇവിടെ ഉള്ളൊരു പരിപാടി. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തിരുന്ന് കാണുന്ന ആളുകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ട്രാവലിങ്ങിനോട് വളരെയധികം കമ്പം ഉള്ള ആളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. ഡ്രൈവിങ് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനോട് ക്രേസ് ഉള്ള ആളുകൾ. ഓക്കെ, ഇവിടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. കാരണം സ്വന്തമായിട്ടുള്ള കാര്യനിർവഹണത്തിന് വേണ്ടി ഈ ഊറ്റി എടുക്കുന്ന, മാനസികമായിട്ടും ഫിനാൻഷ്യലി ആയിട്ടും പല കാര്യങ്ങളും ഊറ്റി എടുത്തോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തടഞ്ഞു വെച്ചോണ്ടിരിക്കുന്ന, മറ്റുള്ളവരുടെ അടുത്തോട്ട് പോവാതെ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ അടുത്തോട്ട് പോവാതെ അതെല്ലാം തടഞ്ഞു വെച്ചോണ്ട് തന്നിലേക്ക് അടുപ്പിക്കുന്നു, ഈ പോക്കറിന്റെ അടുത്തോട്ട് അടുപ്പിക്കുന്നു. അതാണ് ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. ഇതിലുള്ള മെസ്സേജസ് എന്താന്ന് നോക്കാം.
ഒരെണ്ണം എടുത്ത് നോക്കാം. മൂവ്മെന്റ്. ഓക്കെ, അതായത് ഒരെണ്ണമല്ല. ഓക്കെ, കാരണം അതങ്ങനെ പോവാതെ അവിടെ നിൽക്കുന്നതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ, ഈ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു നീക്കുപോക്ക് വരുത്തണം. അല്ലാതെ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നാളെ നീളെ എന്നുള്ള രീതിയിലായി പോകും. കാരണം തീരുമാനങ്ങൾ മാത്രം എടുത്താൽ പോരാ, അതൊരു പ്രവൃത്തിയിലോട്ടും കൊണ്ടുവരിക. അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. അല്ലെങ്കിൽ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ വർഷങ്ങൾ ഇപ്പൊ ദിവസങ്ങൾ പോണ പോലെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനൊരു നീക്കുപോക്ക് പെട്ടെന്ന് ഉണ്ടാക്കുക, ഒരു മൂവ്മെന്റ് വരുത്തുക. വെള്ളം കുടിക്കുന്നില്ലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടാവില്ലായിരിക്കാം. ആവശ്യ സമയത്ത് ചിലപ്പോൾ ഭക്ഷണത്തിന് എന്താ പറയാ, കൃത്യസമയത്തായിരിക്കില്ല ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം, കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരിക. ഒന്ന് നടക്കാൻ പറ്റുമെങ്കിൽ, ഒരു വാക്കിങ്ങിന് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വാക്കിങ്ങിന് പോവുക. അത് മനസ്സിനും ശരീരത്തിനും ഒരുപാട് ഉണർവും തരും, ഒരുപാട് പോസിറ്റീവ് എനർജിയും തരുന്നതാണ്. നാളെ പോവാം, മറ്റന്നാൾ പോവാം, അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ക്രിസ്മസ് ആവും, പിന്നെ ന്യൂ ഇയർ ആവും, പിന്നെ വിഷു ആവും, പിന്നെ ഈസ്റ്റർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വാക്കിംഗ് എന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവായിട്ട് തരുന്നതല്ലേ. നാളെ ശരിയാക്കാം, മറ്റന്നാൾ ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ തന്നെ രക്ഷപ്പെടുത്താൻ ആദ്യം നോക്കുക. നമ്മളുടെ ഒരു ഇത് കൊണ്ടിട്ട്, നമ്മളുടെ ഒരു എഫേർട്ടില്ലായ്മ കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ ദുരിതത്തിൽ ആക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.